ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് പോണത്. ഇതാദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. അതിൻ്റേതായ എല്ലാ പേടിയും ബേജാറും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ ആയാലും എൻ്റെ കെട്ടിയവൻ്റെ അടുത്തേക്കല്ലേ പോണേ, അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞങ്ങൾ മുട്ടായി കൊടുക്കൽ, നിക്കാഹ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷമൊക്കെ ആയി. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ കേട്ടോ. സോ ഓരോ പ്രാവശ്യം വരുമ്പോഴും ആൾ എൻ്റെ അടുത്ത് പറയും, ഇപ്രാവശ്യം വരുമ്പോൾ പറയും, ഇപ്രാവശ്യം വന്നാൽ ഞാൻ തിരിച്ചു പോവില്ല എന്ന് പറയും. പക്ഷേ എല്ലാ പ്രവാസികളെയും പോലെ പിന്നെയും പെട്ടിയും കിടക്കയും എടുത്ത് പോകും. അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും ആൾക്ക് തിരിച്ച് വന്ന് നാട്ടിൽ സെറ്റിൽഡ് ആവാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യം വന്നപ്പോൾ ഞാൻ ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. പക്ഷേ ആൾ പോയിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. ഏതായാലും അത് പെട്ടെന്ന് നടന്നപ്പോൾ അൽഹംദുലില്ലാ സന്തോഷമായി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് പൊന്തുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പേടി ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. പിന്നെ ഓക്കെ ആയി കേട്ടോ. എയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എയർ ഇന്ത്യയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമൊക്കെ ആവുമോ എന്ന്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹ്റൈനിലാണ് കേട്ടോ. അപ്പം ഇനി ബഹ്റൈനിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.